വിജിലൻസ് അന്വേഷണത്തെ പ്രതിരോധിക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി ഇ.ഡി. വിജിലൻസ് വിവരങ്ങൾ തേടിയതുൾപ്പെടെയുള്ള കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ.ഡിക്കെതിരെ പരാതി നൽകിയ കൊല്ലം സ്വദേശി കശുവണ്ടി വ്യവസായിയോട് 30-ന് ഡൽഹി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇ.ഡി സമൻസ് നൽകി. ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ പ്രതിയായ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം ശക്തമാക്കിയതോടെയാണ് ഇ.ഡിയുടെ പുതിയ നീക്കം. വിജിലൻസ് വിവരങ്ങൾ തേടിയതുൾപ്പെടെയുള്ള കേസുകൾ ഡൽഹിയിലേക്ക് മാറ്റുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇ.ഡിക്കെതിരെ വിജിലൻസിന് പരാതി നൽകിയ കശുവണ്ടി വ്യവസായിയെ വരുതിയിലാക്കാനും ഇ.ഡി ശ്രമം തുടങ്ങിയിട്ടുണ്ട്. പരാതിക്കാരനായ അനീഷ് ബാബുവിനോട് ഈ മാസം 30-ന് ഡൽഹി ഡയറക്ടറേറ്റ് ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇ.ഡി. തുടർ നടപടികൾ ഇനി മുതൽ ഡൽഹിയിൽ നിന്നായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ 10 ദിവസം സാവകാശം നൽകാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായില്ലെന്നും പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടി. പരാതിക്കാരൻ ഉൾപ്പെട്ട ഇ.ഡി കേസുകളുടെ വിശദാംശങ്ങൾ നൽകണമെന്ന വിജിലൻസിന്റെ ആവശ്യം ഇ.ഡി നേരത്തെ നിരസിച്ചിരുന്നു. അതേസമയം കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. കേസിൽ നേരത്തെ അറസ്റ്റിലായ ഇടനിലക്കാരൻ രഞ്ജിത്ത് വാര്യരുടെ ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ എന്നിവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലം വന്ന ശേഷം തുടർ നടപടികൾക്കൊരുങ്ങുകയാണ് ഇ.ഡി. കേസിൽ 1-ാം പ്രതിയായ ഇ.ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യും. ഇതിനിടെ ജാമ്യത്തിലിറങ്ങിയ ഇടനിലക്കാരായ 3 പ്രതികളെയും വിജിലൻസ് വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.